ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ചക്കപ്പായസം തയ്യാറാക്കിയെടുക്കാമെന്ന് കേട്ടോ. ഇപ്പോൾ ഒക്കെ ചക്കൻ്റെ ഒരു സമയമല്ലേ, അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ചക്ക കിട്ടും. ആ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചക്കപ്പായസം തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. നല്ലപോലെ ഇതുപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പായസം പെട്ടെന്ന് കേടായി പോകും. ബാക്കിയുള്ള ചക്കയും ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച ചക്കയില്ലേ, അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. പെട്ടെന്ന് അടുക്കി പിടിക്കും, അതൊന്ന് ശ്രദ്ധിക്കണേ. ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഒരു ചുവട് കട്ടിയുള്ള പാത്രം ആണെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാതിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 2 പിഞ്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കണ്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഏകദേശം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ അടുക്കി പിടിക്കും, പെട്ടെന്ന് നല്ലപോലെ ഇളക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. വളരെ വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. നിറയെ ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കിലോ വെല്ലം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ചക്കയില നല്ലപോലെ വെന്ത് അതിൻ്റെ വെള്ളം പോയ ശേഷം മാത്രം നമ്മൾ വെല്ലം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കുകയെ. ഫസ്റ്റ് തന്നെ വെല്ലം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് സിമ്മിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. വെള്ളം കൂടെ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഏകദേശം മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്കയിലെ വെള്ളമൊക്കെ ഇതുപോലെ നന്നായി തിളച്ച് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, സിമ്മിൽ വെച്ച് തന്നെ വേവിക്കണം. നല്ലപോലെ വേഗവും വേണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പായസം കേട് വന്ന് പോവുകയും. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കുറുകി വരുന്ന നമ്മുടെ ചക്കപ്പായസം കേട്ടോ. അതുകൊണ്ട് ഏകദേശം നന്നായി തിളച്ചിട്ടുണ്ട്. കളർ കണ്ടോ, ഒരു ബ്രൗൺ കളറിലൊക്കെ മാറിയിട്ടില്ലേ. ഈ ഒരു പരുവം വരണ്ട നമ്മുടെ പായസം അതാട്ടോ. നല്ല പോലെ വേകണം നമ്മുടെ പായസം കേട്ടോ. പിന്നെ ചക്കപ്പായസത്തിന് ബെല്ലെടുക്കുന്ന സമയത്ത് കറുത്ത കളറുള്ള ബെല്ലെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ പായസത്തിന് ആ ഒരു കളർ കിട്ടും. കണ്ടോ, നല്ല പോലെ വെന്ത് കളറൊക്കെ മാറി അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മുടെ പായസം കേട്ടോ. കണ്ടോ, ഇത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയാകുമ്പോഴത്തേക്കൊരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. 1 സ്പൂണ് നെയ്യ് കൂടെ ചേർക്കുക കേട്ടോ ഫൈനലായിട്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറാൻ വയ്ക്കാം കേട്ടോ. കണ്ടോ, ഏകദേശം നന്നായി ചൂടാറി വന്നിട്ടുണ്ട് കണ്ടോ. ഇനിയും കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വരുന്നുണ്ട് നന്നായി ചൂടാറുന്ന സമയമാകുമ്പോൾ. കണ്ടോ, നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഈ ഒരു കട്ടിക്കാണ് നമ്മുടെ പായസം ഇരിക്കുന്നത് കേട്ടോ. ഓഫാക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു കട്ടിയായി പോയാൽ ആറുമ്പോൾ ഒരുപാട് കട്ടിയായി പോകും. അതുകൊണ്ട് ഞാൻ കാണിച്ചില്ലേ, ആ ഒരു ലൂസിൽ വേണം നമ്മൾ സ്റ്റവ് ഓഫാക്കാനായിട്ട് കേട്ടോ. ആറിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കട്ടിയാകുകയും അതിനുശേഷം നന്നായി ചൂടാറിയ ശേഷം നല്ല പോലെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ബോട്ടിലിന് വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവേ. ഇതുണ്ടോ, വളരെ ഈസി ആയിട്ട് നമ്മൾ ചക്കപ്പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ബോട്ടിലാക്കിയിട്ട് ഞാനത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ ദിവസം നമുക്ക് കേടാവാതിരിക്കും കേട്ടോ. നല്ല പോലെ വേവിച്ചത് കൊണ്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടും ഇത് കുറേ നാൾ കേടാകാതിരിക്കും. വളരെ കുറച്ച് നെയ്യ് മാത്രം ആവശ്യമായിട്ടുള്ളൂ, കുറച്ച് ഏലക്കാപ്പൊടിയും. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ വേഗത്തിൽ നമുക്ക് നമ്മുടെ ചക്കപ്പായസം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കുകയും വേണം കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചക്കപ്പായസത്തിൻ്റെ റെസിപ്പി. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാം. 2-3 മാസമൊക്കെ ഇത് കേടാവാതിരിക്കും കേട്ടോ.